കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വെഞ്ഞാറമൂട് സ്വദേശി 30 വയസ്സുള്ള ആതിരയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകിയെന്ന് സംശയിക്കുന്ന എറണാകുളം സ്വദേശിയായ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. രാവിലെ 11:30യോടെയാണ് ആതിരയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 5:30യോടെ അമ്പലത്തിൽ പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വീടിന് എതിർവശമുള്ള പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ്. 8:30-ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിൽ വിട്ടത് ആതിരയാണ്. ഇതിനുശേഷമാണ് കൊലപാതകം. ഭർത്താവ് രാജീവാണ് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരം പോലീസിന് നൽകിയത്. 3 ദിവസം മുൻപ് എറണാകുളം സ്വദേശി വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നതായി രാജീവ് പോലീസിന് മൊഴി നൽകി. വീട്ടിലുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടറും നഷ്ടമായി. ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ഇതുമായി കടന്നുകളഞ്ഞുവെന്നാണ് പോലീസിന്റെ നിഗമനം. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നെ എന്നും മലക്കിക്കൊണ്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൺസുഹൃത്ത് തന്നെയാണ്, ആൺസുഹൃത്താണ്. കാരണം ഭർത്താവുള്ളവർക്ക് എന്തിനാണ് ഈ ആൺസുഹൃത്ത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ ആൺസുഹൃത്തുക്കളെ വേണോ ഭർത്താവിനെ വേണോ? അത് നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ട് മതി. ഈ കല്യാണം കഴിക്കലൊക്കെ അല്ലാതെ എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് എന്നും നമ്മൾ ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിന്റെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ടീമുകൾ, അതായത് ഇവിടെ പുരോഗമനമാണ്, ഇവിടെ പരിഷ്കാരമാണ്, ഇവിടെ തേങ്ങാക്കൊലയാണ്, മാങ്ങാക്കൊലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ഓരോരുത്തരുടെ കുടുംബം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും വേണ്ടത് ആൺ സുഹൃത്തുക്കളെ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ മോകളെല്ലാം കല്യാണം കഴിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ അവർ കൊച്ചനാഥമായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൂജാരി, അയാളുടെ കഷ്ടകാലം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ആതിര എന്ന് പറയുന്ന 30 വയസ്സായ വീട്ടമ്മ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കയറിയത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. 2 ദിവസം മുന്നേ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഏതോ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്ത് കുഴപ്പമാക്കി പോലും. അപ്പോൾ ഇയാൾ പറഞ്ഞു പോലും നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാം. അത് വേണ്ട, അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം എൻ്റെ ജീവിതം തീർക്കും എന്നൊക്കെ പൂജാരി അങ്ങ് ഭയപ്പെടുത്തി. പൂജാരി പാവം ഇത് കേട്ടിട്ട് അയാൾ വിറച്ചു പോയി എന്നുള്ളതാണ്. കാരണം അയാൾ എന്ത് ചെയ്യാനാണ്? ഏതായാലും ഇന്ന് രാവിലെ അയാൾ രാവിലെ പൂജക്ക് പോയി. ഉച്ചയ്ക്ക് ഒരു 11:30 കൂടിയിട്ട് വരുമ്പോൾ ഈ വീട്ടമ്മയെ അവിടെ മരിച്ച നിലയിലാണ് കാണുന്നത്. ആരോ കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്കൂട്ടറും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോഴും ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജാരി പറയുന്നതാണ്, നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലുണ്ടാകും, അതൊക്കെ പോലീസിന് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ട് ഒരുത്തം വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതെന്താ വെള്ളേരിക്കപ്പെട്ട ഒരാളോട് പോലും പറയാതെ, അതായത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുന്നതും കേട്ട് നിന്ന പൂജാരിയോട് ഞാൻ എന്ത് പറയാനാണ്? അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ, ഇത് അവസാനത്തെ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ ഇത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്ന സാമ്പിളാണ്, സാമ്പിള്. ഇനി അങ്ങോട്ട് കിടക്കുമല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരു അടിച്ചേൽപ്പിക്കുകയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇൻസ്റ്റഗ്രാം ഇല്ലേ? ഇൻസ്റ്റഗ്രാമിൻ്റെ എന്തില്ല? ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർ ഒരു നാണം കെട്ടതുപോലെയാണ് നടന്നത്. അതായത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ മെമ്പർ അല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇല്ല, ഞാൻ ഇമാതിരി പരിപാടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏതോ യുഗത്തിൽ ജീവിക്കുന്നവര്, അന്യഗ്രഹ ജീവികള് ഇങ്ങനെയൊക്കെയാണ് കളിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ കുത്തുന്ന ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം, പിന്നെ ഫേസ്ബുക്ക്. നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചോ? അതൊന്നും ആരും പറയുന്നില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ് ഇതൊക്കെ. പക്ഷെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് എൻ്റെ കുടുംബം തകർക്കാൻ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് പലതും അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളെ ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പല മാധ്യമങ്ങളിലും ഒരുപാട് ചതിക്കുഴികളും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാവരും നല്ലവരൊന്നുമല്ല. പക്ഷേ മൂളൂസേ എന്നുള്ള ഒരു വിളി മാത്രം മതി, ആ നിമിഷം പോയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ അകത്ത് പോയിട്ട് തുണി അയച്ച് കാണിച്ചു കൊടുക്കും. ഇതാണ് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നേരെ കയറിയിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഭീഷണിയായിരിക്കും. ഈ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് പല കുടുംബങ്ങളും തകരാനുള്ള കാരണം തന്നെ. ഇപ്പോഴും നിങ്ങൾ ആലോചിക്കണം, ആ ഒരു പാപം പൂജാരിയെ എന്ത് ചെയ്യാനാണ്? അയാളെ അറിയില്ല. അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഒരാൾക്ക് പോലും അറിയില്ല. ഇന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തന്നെ ഇപ്പോഴാണ് അറിയുന്നത് എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപന്തിയിൽ നിന്നും ചിരിച്ച മുഖത്തോടും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെയാണ് അയൽവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്.
പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് വെക്കാനും ഇവർക്കറിയാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും നമ്മളൊക്കെ അറിയുന്നത്. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്വകാര്യമായിരിക്കും ഇതൊക്കെ. ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ ബന്ധമുണ്ടാകും, പറയാനൊന്നും കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വീട്ടമ്മമാരോട്, അതായത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഒരു ജോലിക്കും പോകാതെ 24 മണിക്കൂറും മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുന്ന കുറേ ടീമുകളുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആൺ സുഹൃത്തിനെ മതിയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം. അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ വേറെ കല്യാണം എന്തോ കഴിച്ചോട്ടെ, എന്തിനാണ് വെറുതെയെങ്കിലും ആ ഒരു ചങ്ങാതി എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യുന്നവനായിരിക്കും. അവനെ എന്തിനാണ് ഇങ്ങനെ ചതിക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ആൺ സുഹൃത്തിനെയാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഒരു വൃത്തികെട്ട പരിപാടിയാണല്ലോ ഇത്. എല്ലാ സുഹൃത്തുക്കളാണ്, അതായത് ആൺ സുഹൃത്തുക്കളാണ്, സഹപാഠികളാണ്, അല്ലെങ്കിൽ കൂടെ പഠിച്ചവന്മാരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഒന്നും മിണ്ടിക്കൂടാ. അതായത് ഭർത്താവെങ്ങാനും ഇനി നീ എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആൺ സുഹൃത്തിനോട് എനിക്ക് ചാറ്റ് ചെയ്തൂടെ? ഇത് പണ്ടത്തെ കാലമല്ല മനുഷ്യ, ഇത് പുതിയ കാലമാണ്, ന്യൂ ജനറേഷനാണ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അമ്മാവന്മാരാണ്, നിങ്ങളൊക്കെ 80-ൽ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അടിച്ചിരുത്താൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു വലിയ പ്രശ്നമാകുന്നത്. മറ്റുള്ളതൊക്കെ നമുക്ക് കേൾക്കാം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിര എന്ന് പറയുന്ന ഈ യുവതി, ആ യുവതിക്കുണ്ടായ സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ ആരുമല്ലാവരും, പക്ഷേ നമുക്ക് എന്താ പറയേണ്ടത്, കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ടല്ലോ, ഇത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കുക. അതായത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം സംഭവിക്കുന്നത് ഇതാണ്. ഈ നാണം കെട്ട ജീവിതവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മരണവും കാര്യങ്ങളൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഈ പാഠം കൊണ്ടൊന്നും ഒരാളും പഠിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ കുറേ നാൾ മുമ്പ്, 2 വർഷം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ പിന്നെ ഇൻസ്റ്റഗ്രാമിലെ ഒരു ഈ താരത്തിന്റെ കൂടെ ഒരു സ്ത്രീ പോയതാണ്. ഏതോ ഒരു മലമുകളിൽ കാട്ടിലേക്ക് പോയതാ. ഒരെണ്ണത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവസാനം എന്ത് ചെയ്തു വെച്ചാൽ അവൻ അങ്ങ് കഴുത്തി ഞെരിച്ചങ്ങ് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു സുഖം തേടിയിട്ട് മാത്രമാണ് പോകുന്നത്. എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത്, ആൺ സുഹൃത്ത് എന്നുള്ള ആ സൗഹൃദമുണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പിടിവള്ളി അത് തന്നെയാണ്. ഈ കാമുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്. ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ആളുകളും 2-3 ആളുകളായിട്ടും ഈ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാം, അതുപോലെ ചാറ്റ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ അവിഹിത മാർഗത്തിലൂടെ സഞ്ചരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന സംഭവം നൽകുന്നുണ്ട്. അത് ചോദ്യം ചെയ്യാനും പറ്റൂല, ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റൂല. ചോദ്യം ചെയ്താൽ പിന്നെ തീർന്ന്. അതായത് പിന്നെ ചിലപ്പോൾ സഹപാഠികളായിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരായിരിക്കാം. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിളിപ്പുറത്തെത്തുന്നവരാണ്. അതായത് നിങ്ങളൊക്കെ എന്തെന്നാണ് മനുഷ്യ, ഭർത്താവിനോട് പറയും നിങ്ങളൊക്കെ എന്തെന്നാണ് മനുഷ്യ, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്നാൽ വന്നു ഇല്ലേ ഇല്ല. ആ മനുഷ്യൻ എവിടെയെങ്കിലും പോയിട്ട് ഇതിറ്റിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വായിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യലായിരിക്കും. അതൊന്നും ഇവറ്റകളൊക്കെ അറിയണ്ട. ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളൂസേ മോനൂസേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്ന കഥ. പിന്നെ അങ്ങോട്ട് വീണ് കടന്ന് മെഴുകുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഹായ് വിടാനും അതുപോലെ തന്നെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ത്താനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിരുദന്മാരുടെയുണ്ട്. ഒരു പണിയും ഇല്ലാതെ ഇവരെ പോലെ തന്നെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കിടക്കുന്ന കുറേ ടീമുകൾ ഇതുപോലെ വെളിയിലിരിപ്പുണ്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഒന്നങ്ങ് ശ്രമിച്ചു കൊടുക്കും. വെറുതെ കിടക്കുമ്പോൾ ഒരു ആഹായം കൊടുക്കും. പിന്നെ മൂളുസേ ചോറ് കഴിച്ചോ, മൂളുസേ കുളിക്കുന്നത് എന്നെ ഒന്ന് കാണിച്ചു തരുമോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഊരി അങ്ങ് കളഞ്ഞിട്ട് അവൻ്റെ ഉമ്മീറ്റെ പറ്റി ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെക്കും. അവിടെ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊന്നും മാറും എന്നൊന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇതൊക്കെ തുടക്കം മാത്രമാണ്. ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.